ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നിപ്പം കുറച്ചൊരു പ്രീമിയം 3-piece സെറ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇതിന്റെ സിമ്പിൾ കാണുമ്പോൾ ഒരു സിമ്പിൾ ആണെങ്കിലും അതിന്റെ സ്റ്റാൻഡേർഡ് അതിനുണ്ടെന്ന് വെച്ചാല് മോഡൽ സിൽക്കാണ്. അതുപോലെ അത് ഒരുപാട് ഇതൊന്നും കൊടുക്കാതെ യോക്കിലോട്ട് ഇതുപോലെ ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ, ഇതാണ് അതിന്റെ ദുപ്പട്ട. ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഇങ്ങനെയായിരിക്കും അതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ, ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇത് ദുപ്പട്ട വന്നിട്ട്, അപ്പം ഇതാണ് ഫസ്റ്റ് സെറ്റ്. പ്യുവർ ക്രേപ്പ് സിൽക്കാണ്. നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ഫാബ്രിക് തന്നെ ഭയങ്കര ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ് ശരിക്കും ചെയ്യുമ്പോൾ. ഇത് കണ്ടോ, ഇത് ബാത്തിക് പ്രിന്റിൽ ശരിക്കും ടൈ ചെയ്ത് വന്നേക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര വിഡ്ത്തും ലെങ്ത്തും ഒക്കെ വരും. അതെല്ലാം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചുരുണ്ട് കിടന്നിട്ട് യൂസ് ചെയ്യാം. 4 സൈഡിലും ഗോട്ടയുടെ ലേസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ ഇതിന്റെ യോക്കിലെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണം എന്നുള്ളവർക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതുപോലെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയലും ഉണ്ട്, പക്ഷെ ലിമിറ്റഡേ ഉള്ളൂ. ആകെ 2-3 പീസൊക്കെ ഉള്ളൂ. ഇതുപോലെ ഇതിന്റെ ഫുള്ളി ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ നല്ല പ്യുവർ ക്രേപ്പ് സിൽക്കാണ്. ഇതിന്റെ ബോട്ടം വന്നിട്ട് പ്യുവർ സാൻഡൂൺ ആണ്. ഇതിന്റെ ബോട്ടം കുറച്ച് ലൂസിലാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട പ്യുവർ ആണ് എല്ലാം. ഓക്കെ, ഇനി ഞാനിപ്പോ ഇത് റെഡി ആക്കിയേക്കുന്നതുകൊണ്ട് നമ്മള് അതിന്റെ ഒരു ഭംഗി നല്ല തോന്നും. ആ സമയം ഇത് അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ കളറാണ്. ഇതിന്റെ അൺസ്റ്റിച്ചിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 2750 ആണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ കോസ്റ്റ് അതിനകത്ത് ആഡ് ആവും. ഇതുപോലെ ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ഒരു കളറ് ഇതുപോലെ സെയിം തന്നെ ഫാബ്രിക് ഇത് തന്നെ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ വരും. സെയിം ഈ ഒരു ലുക്ക് തന്നെയായിരിക്കും ഇതും നമ്മൾ റെഡിയാക്കി ഇടുമ്പോൾ. ഇതുപോലെ തന്നെയായിരിക്കും കണ്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടോ. ഈ കളേഴ്സ് ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മൾ എപ്പോഴും വെറൈറ്റി ആയിട്ട് ഇടണ്ടേ. ഇതുപോലെ കണ്ടോ. അപ്പോൾ ഇതിൽ അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. അതെല്ലാം സ്റ്റിച്ച് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതുപോലെ അടിപൊളിയാണ്. ഒരു ഡൗട്ടും ഇല്ല, ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അതിന്റെ പ്യുവർ സാൻഡൂണിന്റെ ഇതിന്റെ ബോട്ടം ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് സെക്കൻഡ് കളർ. ഫസ്റ്റ് മെറൂണ്. ഞാൻ നല്ല അടിപൊളിയായിട്ടോ, നല്ലൊരു കളറാണ് ഇത്. ഒരു യെല്ലോ പ്ലസ് ഒരു ഗ്രീനിന്റെയും കൂടെ ഇത് വരുന്നത്. പ്യുവർ സാറ്റിൻ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. സിൽക്കാണ്, എന്താ പറയാ, സാറ്റിൻ ഫിനിഷിങ് വരുന്ന ആ ഒരു ഇത് നമുക്ക് അതിന്റെ കണ്ടാലറിയാം. അത്രയും ഫിനിഷിങ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്തോട്ട് യോക്കില് ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് ഒക്കെ വെച്ചിട്ട് പേൾസിന്റെ വർക്ക് കൊടുത്തു. ഫുൾ പേൾ കൊണ്ടുള്ള വർക്ക്. എന്നിട്ട് ആ ഫാബ്രിക് കണ്ടോ നിങ്ങൾ, അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിന്റെ ആ ഒരു ഷൈനിങ് കണ്ടോ. ഇതുപോലെ അത് ഇതാണ് കേട്ടോ. അപ്പൊ ഇതും അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് പറയാം. ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് 3990 വരും. കാരണം അത്രയും കാണുമ്പം സിമ്പിൾ ആണെങ്കിലും അത്രയും പ്യുവർ ഇതാണ്. അതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് കണ്ടോ, എൻഡിലോട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ലേസ് പോർഷൻ. അതുപോലെ പ്യുവർ സാൻഡൂൺ ഫാബ്രിക് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത്. അടിപൊളി ദുപ്പട്ട, നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഇതാണ് ഇത്. നേരത്തെ വേറെ ഇതിനെക്കാട്ടിലും ചെറിയൊരു ഗ്രീനിന്റെ ഷെയ്ഡ്. ഇത് നമ്മൾ ബോട്ട് നെക്കിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു. ഇപ്പൊ കുറച്ച് ആകെ 1-2 പീസും കൂടെ ഉണ്ട് ഇതിന്റെ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ മിറർ വർക്ക് കുറച്ച് ബോട്ടിനൊക്കെ കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഡിസൈൻ കട്ടാവാതിരിക്കാനാണ് ഇപ്പൊ ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഇത് കണ്ടോ, ഇതിനകത്ത് നെക്കിൽ മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി ത്രെഡും ക്രോഷ്യോ ലേസും വെച്ചിട്ട് അതിനകത്തോട്ട് മിറർ വർക്ക് ചെയ്ത് നല്ല ഭംഗിയാട്ടോ. അതുപോലെ ഇതിന്റെ പ്രിന്റ് കണ്ടോ, ആ ഒരു ഷൈനിങ് കണ്ടോ മെറ്റീരിയലില് ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ 4 വിട്ട് കുറവാണെങ്കിലും നല്ല അടിപൊളി ദുപ്പട്ടയാണ്. ഇതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊരു ഡബിൾ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബാത്തിക് പ്രിന്റിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഒക്കെയാണ്. സ്ലീവ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ എൻഡിലോട്ടും ആ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. സാൻഡൂൺ ബോട്ടം ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു സാറ്റിൻ സിൽക്ക് എന്ന് തന്നെ പറയാം. ഭയങ്കര ഇതുപോലെ തന്നെ ക്രഷ്ഡ് ഓർഗൻസയുടെ തന്നെ വേറൊരു വേർഷൻ അതും പറയാം. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാട്ടോ. ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ കളറിലോട്ട് പിസ്ത കളറിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അതിൽ ഫുള്ളി മിറേഴ്സ് വർക്കും കട്ട് ബീഡ്സിന്റെ വർക്കും എല്ലാം കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഒരു സെമി സിൽക്ക് ബോട്ടം ആണ് കേട്ടോ. ഇത് കണ്ടോ, സ്ലീവിലോട്ട് വന്നിട്ട് ഒരു ഡോട്ട്സിന്റെ ഡിസൈൻ ആണ്. എന്നിട്ട് ആ ബോർഡറും ഞാൻ പറഞ്ഞ ഒരു പാകിസ്ഥാനി കൺസെപ്റ്റ് അങ്ങനെ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ ബാക്കിലോട്ട് ഫുൾ ഡോട്ട്സിന്റെ ഡിസൈൻ ആണ് ഈ ഒരു വരുന്നത്. ദുപ്പട്ട നോക്കി ഫുള്ളി ഒരു ഡോട്ടുള്ള ഗോൾഡൻ കളർ ഒരു ഡോട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഫുള്ളി ഒരു ഡോട്ട്സ് കൊണ്ടുള്ള ഒരു വർക്കും ഇതിന്റെ ദുപ്പട്ടയിലുണ്ട്. ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. അപ്പം ഈ ഒരു സെറ്റ്
യോക്കിലോട്ടുള്ള അടിപൊളി വർക്ക്. ഇനി ഇതിന്റെ ഒരു കളറും കൂടി ഞാൻ പറഞ്ഞു ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓരോ ഈ കളർ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്തെങ്കിൽ ഇതിനെക്കാട്ടിലും ഭംഗി ഇതായിരിക്കും. അപ്പം ഇത് വന്നിട്ട് ഒരു ആഷ് ഷെയ്ഡ്, നല്ലൊരു റെയർ ഷെയ്ഡാണ്. 2 ഷെയ്ഡും അതേപോലെയാണ് കണ്ടോ. ഇതിനകത്തോട്ട് ഫുൾ വർക്ക് വന്നിട്ട് ബാക്ക് സൈഡും ഇതേപോലെ. അപ്പൊ ഞാൻ ഇതിന്റെ കാണിച്ചു തരാം. ഇതിന്റെ ദുപ്പട്ട ഇത് കണ്ടോ, ബാക്ക് സൈഡ് ഈ ഒരു ഡോട്ടാണ്. ഇതിന്റെ വേറെ കളേഴ്സ് ഒത്തിരി പേര് എടുത്തിട്ടുണ്ടോ, എല്ലാവർക്കും അറിയാം. ഇതാ ഇതുപോലെയാണ് ബാക്ക് വരുന്നത് കണ്ടോ. ബാക്കിലും ബോർഡർ വരും. ഇത് വന്നിട്ട് സ്ലീവ് ഇതുപോലെ. എന്നിട്ട് ഇതുപോലെയാണ് അതിന്റെ നെക്ക്. ഇതാ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു ലുക്ക് തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ ഇട്ടേക്കണ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ. അപ്പം ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്. ഇതുപോലെ കണ്ടോ, ഈ ഒരു ലുക്കായിരിക്കും. ഇതിന്റെ ആഷ് കളർ പ്ലെയിൻ ബോട്ടം ആണ് ഇതിന് വരുന്നത്. നല്ല രസം കേട്ടോ. നോക്കി ദുപ്പട്ടയൊക്കെ നോക്കി, അങ്ങനെ എവിടെയും കാണാത്ത കോമൺ ഒരു കോമൺ അല്ല ഇത്. അതുപോലെ ഇത് ഒരു പാറ്റേൺ, ഒരു പ്യുവർ ടസറിന്റെ ഒരു ഫീലാണ് കേട്ടോ. ഇത് വേറെ ചെയ്യുമ്പം ഒരു സിൽക്ക്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പ്രീമിയം കാറ്റഗറി തന്നെയാണ് ഇത്. ഇതുപോലെ ഫുള്ളി എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് കണ്ടോ. ഇതിനകത്തോട്ട് ഫുൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്, ഫുൾ എംബ്രോയിഡറി. അതുപോലെ തന്നെ സ്കാലപ്പിന്റെ ദുപ്പട്ടയുടെ 4 സൈഡും 2 സൈഡ് സ്കാലപ്പും 1 സൈഡ് ഇതേപോലെ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ലേസ് വർക്ക് 2 സൈഡ്, 4 സ്കാൽപ്പ്, ഫുൾ എംബ്രോയിഡറി വർക്ക്. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിന്റെ ഓൾ ഓവർ ആ ചെറിയ എംബ്രോയിഡറിയും ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട്. യോക്ക് വന്നിട്ട് ഇതേപോലെ ബോട്ട് നെക്കും ഈ ഒരു ഫ്ലോറൽ മെഷീൻ എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റിച്ചഡ് ആയിട്ട്. ഇനി ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്. ഇതിന്റെ അൺസ്റ്റിച്ചിൽ വരുമ്പം 3450 വരുന്നുണ്ട് ഇത്. അപ്പം ഇതിന്റെ ഈ ഒരു ഓണിയൻ ഷെയ്ഡ് കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ഓണിയൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു പാറ്റേൺ. ബാക്ക് സൈഡിൽ ഇതിന്റെ ഡിസൈൻ കണ്ടോ. അപ്പം ഇതും റെഡി ആക്കി വരുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്ക് ആയിരിക്കും. ഇതിന്റെ ദുപ്പട്ടതാ അടിപൊളി, നല്ല കളർ കോമ്പിനേഷൻ കണ്ടോ. ഇതാ ഇതിന്റെ ശരിക്കും ടസർ സാരി ഞാൻ പറഞ്ഞില്ല, ടസർ സിൽക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. ഇതിന്റെ ബോട്ടം വന്നിട്ട് കുറച്ചൊരു ലൈറ്റ് കളറിലേക്കാണ്. ലൈനിങ്ങും ഉണ്ട്, വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ്ങും ഉണ്ട്, ബോട്ടം ഉണ്ട്. ഇതാ ഇതാണ് ഇതുപോലെ വരുന്നത് കണ്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ടാവും. നല്ല രസമാട്ടോ. ഞാൻ പറയാം ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ദുപ്പട്ട മാറ്റി വയ്ക്കാം. ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇതിനുള്ളിൽ യെല്ലോ കളറിലോട്ട്. ഇത് വന്നിട്ട് ഇത്രയും നേരം നമ്മൾ പ്രീമിയം സിൽക്ക് ഒക്കെ കാണിച്ചപ്പോൾ ഇത് പ്രീമിയം കോട്ടൺ ആണ്, ജയ്പൂർ കോട്ടൺ പ്യുവർ. ഇതിനകത്തോട്ട് ഫുള്ളി ബീഡ്സ് വർക്ക് ആട്ടോ. ഷുഗർ ബീഡ്സ് അല്ല, ചെറിയ പേൾ വർക്കും ത്രെഡ് എംബ്രോയിഡറി വെച്ചിട്ട് ത്രെഡ് കൊണ്ട് വെച്ചിട്ടുള്ള വർക്കാണ്. അതുപോലെ ദുപ്പട്ട വന്നിട്ട് പ്യുവർ മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ഇതുപോലെ ഫുള്ളി ഒരു ആപ്ലിക് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ആ ഒരു ഡിസൈൻ ആപ്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡ് ബോർഡറും കൊടുത്ത് ഇതേപോലെ ക്രോഷോ ലേസും കൊടുത്ത് ഒത്തിരി പണിയുണ്ട് ഇതിനകത്ത്, ഈ ഒരുനകത്ത്. പിന്നെ ഇതിന്റെ ബോട്ടം ആണ് സ്പെഷ്യൽ. ഇതിന്റെ ബോട്ടം വന്നിട്ട് പ്രിന്റഡ് ബോട്ടം ആണ്. സെയിം അത് നല്ല ടോപ്പിന്റെ ക്വാളിറ്റി തന്നെയുള്ള ബോട്ടം പോലെ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആക്ച്വലി കോട്ടൺ വിത്തൗട്ട് ലൈനിങ് ആണ് മതി, എന്നാലും വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നെക്കിലെ വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് നെക്കിലെ വർക്ക്. ഇത് കണ്ടോ, ഫുൾ പേൾസ് വർക്കും എല്ലാം കൊടുത്തിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കാണിച്ചേക്കുന്നത് ഇന്നത്തെ. ഇതിൽ റെഡി ടു ഡെസ്പാച്ച് ഉണ്ട്, അൺസ്റ്റിച്ച് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് വിത്തിൻ ഒരു 10 days നമ്മൾ ഡെസ്പാച്ച് ചെയ്യും. അൺസ്റ്റിച്ചഡ് ആണെങ്കിൽ ഉടനെ തന്നെ വിത്തിൻ 2-3 days ചെയ്യുന്നതായിരിക്കും.